എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ തൻവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു താനിപ്പം വീട് മാറാൻ പോവാണ് എന്നുള്ളൊരു കാര്യം. ഈ ഒരു വീട് മാറാനുള്ള കാരണവും തൻവി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മൂമ്മയുടെ കാര്യവും പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേയധികം കമൻസ് ഇനി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ തൻവി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തൻവി വീട് മാറാൻ പറഞ്ഞ കാരണം അത് നമുക്കത് കറക്റ്റായിട്ട് തോന്നിയോ, അതോ തൻവി ഉണ്ടെങ്കിൽ ചുമ്മാതെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണോ, അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണോ എന്നുള്ള രീതിയിലും നമ്മളിത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു തൻവിയുടെ വീഡിയോ വന്നതിന് പിന്നാലെ അഹാന കൃഷ്ണ പറഞ്ഞൊക്കെ കാര്യങ്ങൾ പിന്നെയും സംസാരമാവുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൻവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 11 മിനിറ്റോളം വരുന്ന വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ താനുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാറാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് മാറാനുണ്ടായ മെയിനായിട്ടുള്ള കാരണം ഇളയ കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം തൻവിക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കുട്ടി എന്ന് പറയുന്നത് ഏകദേശം 3 മാസത്തോളമായിട്ടുണ്ടായിരുന്നുള്ളൂ. കാനഡയിലാണ് ഈ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അമ്മുമ്മയെ നോക്കാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് തൻവി ഉണ്ടെങ്കിൽ മെയിനായിട്ട് അവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളൊക്കെ കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. ഈ ഒരു തൻവി ഉണ്ടെങ്കിൽ നാട്ടിലോട്ട് വരുന്ന സമയത്ത് അമ്മുമ്മയെ വിളിച്ച് ഫോൺ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് അമ്മുമ്മ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇവിടെ നോക്കാൻ ആരുമില്ല, നീ വാ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നൊരു വീഡിയോ കോളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ തൻവി ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ട സമയത്ത് പുറത്തും വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സിന്ധു കൃഷ്ണയ്ക്കൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പം സിന്ധു കൃഷ്ണയെ പറ്റി ഇവരുടെ ബന്ധം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയാം. ഈ ഒരു സിന്ധു കൃഷ്ണ കെ ഫാമിലിയിലെ സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മോളാണ് ഈ ഒരു തൻവി എന്ന് പറയുന്നത്. അപ്പോഴത്തേനും ഈ ഒരു സഹോദരിയുടെ മോളെ വിളിച്ചിട്ട് ഈ ഒരു സിന്ധു കൃഷ്ണയുടെ അമ്മ പറയുന്നു നാട്ടിലേക്ക് വാ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കരഞ്ഞുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഇതിന് പിന്നാലെ ഫുള്ളായിട്ട് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കും കുടുംബത്തിനുമെതിരെ ഫുള്ളായിട്ട് ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം അമ്മയെ പോലും നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവർക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഹാനയുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണയ്ക്ക് അവർ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് അമ്മുമ്മയുടെ കാര്യം നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഭയങ്കര OCDയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലാണ് അമ്മുമ്മയുടെ സംസാരം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് ഞങ്ങൾ വലിയ അടുപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നതും ഈ ഒരു അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ തൻവി കുറേ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അഹാനയുണ്ടെങ്കിൽ അമ്മൂമ്മയെ പറ്റി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുടെ വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ നാളായിട്ട് ഇവരുടെ പ്രശ്നങ്ങളിങ്ങനെ നടന്ന് ഇരുന്നുകൊണ്ടിരുന്ന സമയത്താണ് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ തൻവിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് വേണ്ടി നാട്ടിൽ വന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അഹാനയ്ക്കും കുടുംബത്തിനെതിരെ ഫുൾ നെഗറ്റീവായിരുന്നു. സ്വന്തം അമ്മയെ പോലും നോക്കുന്നില്ല സിന്ധു കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടും. എന്തായാലും അതിനുശേഷം തൻവി അങ്ങനെ വീട്ടിൽ അവിടെ നാട്ടിൽ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഈ ഇരിക്കുന്ന സമയത്ത് പോലും അഹാന ഇടയ്ക്കിടയ്ക്കുണ്ടെങ്കിൽ തൻ്റെ ഭാഗത്താണ് ഈ ന്യായം എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ പോസ്റ്റ് ഇടാറുണ്ട്. ആ ഒരു സമയത്ത് പോലും അഹാനയ്ക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വരാറുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തൻവി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഞാനും കുട്ടികളുമൊക്കെ ഇപ്പം വീട് മാറാൻ പോവുകയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇളയ കുട്ടി 3 മാസമായിട്ടുള്ള കുട്ടിക്കുണ്ടെങ്കിൽ വീട്ടിൽ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്താണ് അലർജി എന്നൊന്നും അറിയാൻ വയ്യ. എപ്പം നോക്കിയാലും ഭയങ്കരമായിട്ട് ദേഹത്ത് മൊത്തം പാടൊക്കെയാണ് വരുന്നത്. മാക്സിമം ഈ ഒരു കുട്ടി കിടക്കുന്ന റൂമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് പോലും ഭയങ്കരമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. എനിക്കോ അല്ലെങ്കിൽ മൂത്ത കുട്ടിക്കോ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ, ഇളയ കുട്ടിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്താൽ മാത്രമേ ഇതേ കണക്ക് കുട്ടി എൻ്റെ കയ്യിൽ വരത്തുള്ളൂ, വേറെ ആരുടെ കയ്യിലും അങ്ങനെ പോകുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ദേഹത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഇതേ കണക്ക് മാർക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നം ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നത്, വീട് കുറച്ച് നാളത്തേന് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത്. ഈ ഒരു തീരുമാനം കുറേയധികം ആലോചിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു കുട്ടിക്ക് ഇത്രയും മാത്രം അനുഭവിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളത്തേന് മാറി നിന്നിട്ട് എല്ലാം ശരിയായതിന് ശേഷം തിരിച്ചു വരാമെന്നുള്ളതാണ് പ്ലാൻ. അത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അറിയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മുമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മുമ്മയുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് പോലും അമ്മുമ്മ കേൾക്കുന്നില്ല.
ഭർത്താവ് മരിച്ച സ്ഥലമൊക്കെയാണ്. അവരൊരുമിച്ച് വർഷങ്ങളായിട്ട് ജീവിച്ച ഒരു വീടാണ്. അപ്പോൾ അവിടുന്ന് മാറാനുള്ള താല്പര്യം അമ്മൂമ്മയ്ക്കില്ല. അതുകൊണ്ട് അമ്മൂമ്മ ഇവിടെ നിൽക്കുവാണ് എന്നുള്ളതും അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരാളെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള അതിന് ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടെന്നും തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തൻവി പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേയധികം ആൾക്കാർ പറയും ഇനിയിപ്പം ഈ ഒരു വീട് മാറാൻ വേണ്ടി അമ്മൂമ്മയുടെ പ്രശ്നം കൊണ്ടാണ് വീട് മാറാൻ പോകുന്നത്, അതിനു വേണ്ടി ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവുകയായിരിക്കും, അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അതൊന്നും ഞാൻ വലുതാ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് മെയിനായിട്ട് മാറാനുള്ള കാരണം അത് കുട്ടിയുടെ കാര്യം തന്നെയാണ്. തീരെ വയ്യാതിരിക്കുവാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് എന്നുള്ളത് കുട്ടി. അപ്പോഴത്തേനും ഈ ഒരു കുട്ടിയുടെ ആരോഗ്യമാണ് എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം. വേറെ ഒരു കാര്യത്തിന് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നുണ്ടെങ്കിൽ വീട് മാറാനുള്ള പ്ലാനാണ്. ഞാനത് അമ്മൂമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് അമ്മൂമ്മ ഇതേ കണക്ക് കുട്ടിക്ക് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടെങ്കിൽ ഞാൻ വീട് മാറാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ പറഞ്ഞൊരു കാര്യം അതേ കണക്ക് ഇപ്പം തൽക്കാലത്തേന് നീ വീട് മാറിക്കോ എന്ന് തൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി തൻവി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ തൻവി പറയുന്നു എന്നുള്ളൊരു കാര്യം ഇത്രയും കാര്യങ്ങളായിരുന്നു വീഡിയോയിൽ ഫുള്ള് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറേയധികം ഡൗട്ട് തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അഹാന തന്നെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയുടെ സ്വഭാവത്തെ പറ്റി. ഇതേ കണക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്, നമ്മളെപ്പറ്റി അനാവശ്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മൂമ്മയെ നോക്കാനും പറ്റും, കാരണം ഞാൻ ചെറുപ്പം തൊട്ട് അവരെ കൂടാണ് വളർന്നിട്ടുള്ളത്, അപ്പോൾ എനിക്ക് മാക്സിമം കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു അമ്മൂമ്മയുടെ കൂടെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിന്നതിന് ശേഷം പെട്ടെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഞാൻ വീട് മാറാൻ പോവുകയാണ്, ഇളയ കുട്ടിയുടെ ആരോഗ്യം ആയിട്ടാണ് എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ സംശയിക്കും ഇനി യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നം തന്നെയാണോ അതോ അമ്മൂമ്മയായിട്ടുള്ള പ്രശ്നമാണോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്ക് സംശയം തോന്നുന്നതിൽ ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തേന് ഈ ഒരു അഹാനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഈ ഒരു തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക് OCDയുടെ പ്രശ്നം അതുപോലെ തന്നെ മറ്റു ചില ക്യാരക്ടർ ഇതേ കണക്ക് സംസാരിക്കുന്നതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പം ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പം ഈ ഒരു തൻവിയെ എടുത്തും ഇതേ കണക്ക് പെരുമാറി തുടങ്ങിയെന്നുള്ളതും തൻവിക്ക് മാറി താമസിക്കണം, അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ വന്നൊരു കാരണം എല്ലാവരെയും ബോധിപ്പിക്കണമല്ലോ, അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കുറേ കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു വീടിൻ്റെ ഹൈജീൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, തക്കാളിപ്പനി ആവാനാണ് ചാൻസ് എന്നുള്ള രീതിയിലാണ് കുറേയധികം പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ കുട്ടികൾക്ക് ഇതേ കണക്ക് വരാറുണ്ട്, ചിലവർ എൻ്റെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്, എൻ്റെ ചേച്ചിയുടെ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത് വീട് മാറണം എന്നുള്ള നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങളവിടെ നിന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് മാറിക്കോളും എന്നുള്ള രീതിയിലും ഈ ഒരു ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. സോ എനിക്കും അങ്ങനെ ഇപ്പോൾ ഒരു പക്ഷേ ആ രീതിയിലുള്ള പനിയോ തക്കാളിപ്പനിയോ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുന്നതാണെങ്കിൽ ഈ ഒരു തൻവി ഉണ്ടെങ്കിൽ കുറച്ച് നാൾ മാറാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് താഴെ വന്നിട്ട് കമൻസ് ഇടുന്നവർ ഇപ്പം ഈ ഒരു കാരണം വെച്ചിട്ട് മാറാനാണ്, അല്ലെങ്കിൽ ഇതൊരു കാരണമാക്കിയിട്ട് അമ്മൂമ്മയെ അവിടെ തനിച്ചാക്കിയിട്ട് മാറാനാണ് തൻവിയുടെ പ്ലാൻ എന്നാണ് കുറേയധികം പേര് കമൻസ് ഇടുന്നത്. എൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം തൻവി വിദേശത്ത് നിന്ന് ഇതേ കണക്ക് വിചാരിച്ചാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേന് അമ്മൂമ്മ ഒരു നല്ല രീതിയിൽ പെരുമാറും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു അമ്മൂമ്മ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അത് മനസ്സിലാക്കിയ സമയത്ത് ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റാതെ മുങ്ങുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അത് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, കുട്ടിയുടെ തന്നെ ആയിട്ടായിരിക്കും ചിലപ്പം മാറുന്നത്. ഇപ്പം ഈ ഒരു തൻവി ഉണ്ടെങ്കിൽ അമ്മൂമ്മയും അപ്പൂപ്പൻ്റെയും കൂടെയാണ് ചെറുപ്പം തൊട്ട് ജീവിച്ച് വന്നിട്ടുള്ളത്. അപ്പോഴത്തേന് അത്രയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കുട്ടിയുടെ അസുഖം തന്നെയാണ്. ഇപ്പം പെട്ടെന്ന് ഈ ഒരു അസുഖം വന്ന് ഇത് കണക്ക് മാറുന്ന സമയത്ത് ആര് പറഞ്ഞാലും ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേന് ആരായാലും വിശ്വസിച്ച് പോകും ഇനി അമ്മൂമ്മയുടെ പ്രശ്നം കൊണ്ടായിരിക്കും മാറുന്നതെന്നുള്ളത്. പക്ഷേ നമുക്ക് ഉറപ്പിച്ചങ്ങനെ പറയാൻ പറ്റില്ല അമ്മൂമ്മയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്നുള്ള രീതിയിലും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് രണ്ട് കാര്യത്തിനും മൊത്തം ക്ലിയറായിട്ട് സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടിനും ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ ആൾക്കാർ പറയുന്ന കണക്ക് ഈ ഒരു അമ്മൂമ്മയുടെ പ്രശ്നം കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഈ ഒരു തൻവി പറയുന്ന കണക്ക് തന്നെ ആയിരിക്കും നടക്കുന്നത്. എന്തായാലും വേറൊരു കമൻറ്റ് ഇതേ കണക്ക് വന്നിട്ടുണ്ടായിരുന്നത് തൻവിയുടെ അമ്മയെക്കുറിച്ചാണ്, അതായത് സിന്ധു കൃഷ്ണയുടെ സഹോദരിയെക്കുറിച്ചാണ്. ഇതേ കണക്ക്
ഈ ഒരു മോള് ഇതേ കണക്കൊക്കെ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് പോലും ആ ഒരു അമ്മ ഇവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മെയിനായിട്ട് ഈ ഒരു തൻവിയുടെ അമ്മയും തമ്മിലുള്ള ബന്ധം അത്ര വലിയ രീതിയിലൊന്നും നല്ലതല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു തൻവിയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുന്നു. അതിനുശേഷം അമ്മ വേറൊരു കല്യാണം കഴിക്കുന്നു. അതിൽ 2 കുട്ടികളൊക്കെ ഉണ്ട്. തൻവി തന്നെ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ അടുത്ത് ഈ ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ബാംഗ്ലൂരിലാണ് അമ്മ താമസിക്കുന്നത്. അവിടെ പോകുന്ന സമയത്ത് പറയുമായിരുന്നു, അയൽവക്കക്കാരുടെ അടുത്തൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ കുട്ടിയാണെന്നൊന്നും പറയരുത്, സഹോദരിയുടെ കുട്ടിയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നും അത് തനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടെന്നും തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അമ്മയായിട്ട് നല്ല രീതിയിലൊരു ബന്ധമൊന്നും തൻവിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വിഷമിക്കുന്ന സമയത്ത് വന്നിട്ടില്ല എന്നുള്ള രീതിയിലൊന്നും തൻവിക്ക് ഫീൽ ആവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അമ്മയായിട്ട് നല്ലൊരു ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന ഈ ഒരു അഹാന പറഞ്ഞിട്ടുള്ള അഹാനയും ആൾക്കാരുമാണ് ഈ ഒരു തൻവിയുടെ കൂടെ ഉണ്ടായിരുന്നതെന്നും എല്ലാ സമയത്തും അവരെ കല്യാണ സമയത്ത്, അതായത് ദിയയുടെ കല്യാണ സമയത്തൊക്കെ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കെതിരെ തന്നെ ഈ ഒരു തൻവി ഈ ഒരു അമ്മൂമ്മയുടെ പ്രശ്നം പറഞ്ഞ് കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ചതിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തൻവിക്ക് ഇതേ കണക്കൊരു പ്രശ്നം വന്നതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് തൻവിക്ക് മനസ്സിലായത് അമ്മൂമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, ഇതല്ല അഹാനയും സിന്ധു കൃഷ്ണയൊക്കെ പറഞ്ഞത് ഇപ്പം സത്യമായില്ലേ, ഇനിയെങ്കിലും അഹാനയെടുത്തും സിന്ധു കൃഷ്ണയെടുത്തൊക്കെ സോറി ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ദിയ കൃഷ്ണയും കുടുംബമൊക്കെ ഇവരും തമ്മിൽ തെറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഏകദേശം മനസ്സിലായി. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നല്ല രീതിയിലുണ്ടായിരുന്നെങ്കിൽ തൻവിക്ക് സപ്പോർട്ടായിട്ട് നിന്നേനെ, അതിലൊരു മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ അമ്മൂമ്മയുടെ പ്രശ്നം ഇപ്പം ഈ ഒരു തൻവി അമ്മൂമ്മയെ വിട്ടിട്ട് പോകാനുള്ള കാരണം അമ്മൂമ്മയുടെ പ്രശ്നം നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും തന്നെ പറ്റത്തില്ല. അത് ഇതുവരെ നമുക്ക് ആകെ അറിയാവുന്ന തൻവി പറഞ്ഞിട്ടുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഒരു പക്ഷേ അമ്മൂമ്മയുടെ ഭാഗത്തുനിന്ന് തൻവിക്കെതിരെ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇനി തൻവി വീഡിയോ ചെയ്യാതിരിക്കാം, എന്താണ് യഥാർത്ഥ കാരണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പറഞ്ഞതല്ലേ സത്യം എന്നുള്ളതൊക്കെ പറയാം. എന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു തൻവി പറഞ്ഞ കാര്യം മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. ഒരു കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് മാറുന്നത് എന്നുള്ളത്, തൊട്ടടുത്തേക്ക് എവിടെയെങ്കിലും ആണ് മാറുന്നത്, ഉടനെ തന്നെ വന്ന് അമ്മൂമ്മയെ കാണാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഒരു വീട് റെഡിയാക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് തന്നെ ഈ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ എന്ന് പറഞ്ഞാൽ കുറേയധികം പേര് തൻവിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ ഈ ഒരു അഹാന കൃഷ്ണയ്ക്കെതിരെയൊക്കെ തിരിഞ്ഞ് തൻവി ഇതേ സംസാരിച്ചത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കുടുംബത്തിനെതിരെ, അഹാന കൃഷ്ണയ്ക്കും കുടുംബത്തിനെതിരെയൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ സ്നേഹിക്കുന്ന കുറേയധികം പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻവി ഇതേ കണക്കൊരു വീഡിയോ ഇടുന്ന സമയത്ത് ആൾക്കാർ ചിന്തിക്കും, ഇത് അമ്മൂമ്മയുടെ പ്രശ്നം കൊണ്ടാണ്, അഹാനയൊക്കെ പറഞ്ഞത് സത്യമായില്ലേ, അന്നുണ്ടായ അഹാനയൊക്കെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് കിട്ടിയ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പറയുന്നത് തെറ്റ് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ കാര്യത്തിൽ നമുക്കാണെങ്കിൽ ഒരു തൻവി പറയുന്നത് സത്യമല്ല എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവർക്കെതിരെ സംസാരിക്കുന്നതിൽ ന്യായമുള്ളൂ. അല്ലാതെ ഇവർ പറഞ്ഞത് ഇതേ കണക്ക് കുട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്നാണ്. അപ്പോഴത്തേനും അതിൽ കള്ളമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കണക്ക് നമ്മൾ ആ ഒരു കുട്ടിയുടെ ശരീരത്തൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു തൻവി പറയുന്നുണ്ട്, ഇനി ആൾക്കാർ അത് തന്നെ അമ്മൂമ്മയുടെ പ്രശ്നം കൊണ്ടാണ് മാറാൻ പോകുന്നതെന്നൊക്കെ പറയാം. പക്ഷേ അത് കുഴപ്പമില്ല, ഞാൻ കുട്ടിയുടെ കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ അമ്മൂമ്മയുടെ കാര്യം ഞാൻ പണ്ട് തൊട്ടേ എനിക്കറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് അതൊരു വലിയ കാര്യമല്ല എന്നുള്ളത് തൻവി ഈ വീഡിയോയിൽ പിന്നെയും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളെന്താണ്, തൻവി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തൻവി പറഞ്ഞ കാരണം തന്നെ ആയിരിക്കും യഥാർത്ഥത്തിൽ വീട് മാറാൻ എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഈ ഒരു അമ്മൂമ്മയുടെ പ്രശ്നം തന്നെ ആയിരിക്കുമോ എന്നുള്ളത് ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക.